നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ അങ്ങനെ പേടിച്ചിട്ടൊന്നുമില്ല. നമ്മളെ ഒരു പോലീസുകാരന്റെ മക്കളാ. നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ പോലീസാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആവശ്യമുള്ള സമയത്തെ ഉപകാരപ്പെട്ടത് ഈ ഗുണ്ട. ഗിരിയേട്ടനില്ലായിരുന്നെങ്കിലേ ആ പൂവാലം ചേച്ചി ഉമ്മ വെച്ചിട്ട് പോയേനെ. നിനക്ക് തർക്കത്തരം പറയുന്ന കുറച്ച് കൂടുന്നുണ്ടേ. നീ വാ, നമുക്കൊരു ഓട്ടോ പിടിച്ചു പോവാം. ഇല്ലെങ്കിൽ അവന്മാരെങ്ങാനും പിന്നെയും വന്നാലോ. വാടി വാ. സുധീറിന്റെ ഓട്ടോ ആണല്ലോ. ചേച്ചി വേഗം കേറിക്കും. വണ്ടിയിൽ ആളുണ്ടല്ലോ മഞ്ജു. സാരില്ലേട്ടാ, അവരും കേറിക്കോട്ടെ. എന്നെ ആദ്യം ഇറക്കിയാ മതി. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാ ഇവർക്കും ഇറങ്ങേണ്ടത്. അപ്പൊ കുഴപ്പമില്ല. എന്നാ കേറിക്കോ. എന്താ പേര്? ഹരിത. ഞാൻ മഹിമ. ആ, അല്ല, ഈ നാട്ടുകാരിയാണോ? അല്ല, ഞാനൊരു ഇന്റർവ്യൂവിന് വന്നതാ. ഇതെന്റെ ചേച്ചി മഞ്ജു. ഹായ്. ഹലോ. ഗിരിശങ്കർ, പൂരം നക്ഷത്രം. ഭാനുമതിയമ്മ ഒട്ടും വിഷമിക്കണ്ട. മകന്റെ ഉത്തമ ജാതകമാണ്. മകനായും സഹോദരനായും ഗുണവാനാണ്. ക്ഷിപ്രകോപിയായതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ഹാനിയൊന്നും സംഭവിക്കില്ല. ഗ്രഹങ്ങളെല്ലാം അനുകൂലമായതുകൊണ്ട് ഇനി അങ്ങോട്ട് മകന് നല്ല കാലമായിരിക്കും. ധനാഗമനവും ഉന്നത സ്ഥാനലബ്ധിയും കാണാനുണ്ട്. അതൊക്കെ അവിടെ നിക്കട്ടെ പണിക്കരെ. കല്യാണത്തിന്റെ കാര്യം പറ. കല്യാണം ഉടനെ നടക്കും. പക്ഷേ എന്താ പണിക്കരെ? അല്ല, ഗിരി കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയും ഭാനുമതി അമ്മയും തമ്മില് മുന്നാളായിരിക്കും. എന്നുവെച്ചാ നിങ്ങൾ തമ്മില് അമ്പിനും വില്ലിനും അടുക്കില്ലെന്ന്. നിങ്ങൾ തമ്മില് എപ്പോഴും വഴക്കായിരിക്കും. ബെസ്റ്റ്. അങ്ങനെ ഒരു മോശക്കാരിയെ എന്റെ മോൻ കല്യാണം കഴിച്ചുകൊണ്ട് വരില്ല പണിക്കരെ. അയ്യോ, ഗിരിയുടെ ഭാര്യ മോശക്കാരിയാകുന്നല്ല ഞാൻ പറഞ്ഞത്. അവൾ ഈ വീടിനൊരു മഹാലക്ഷ്മി പോലെ തന്നെ ആയിരിക്കും. ഗിരിക്ക് അവള് കാരണം ഐശ്വര്യം മാത്രമേ ഉണ്ടാവൂ. എന്റെ മോന് നല്ലത് മാത്രം നടന്നാ എനിക്ക് സന്തോഷമല്ലേ ഉണ്ടാവൂ. ഞാൻ എന്തിനാ അങ്ങനെ ഒരു കുട്ടിയായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നേ? ഗിരി തിരഞ്ഞെടുക്കുന്ന ഭാര്യയെ ഭാനുമതി അമ്മയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ പെൺകുട്ടി കാരണം മകനുമായുള്ള ഭാനുമതിയമ്മയുടെ ബന്ധത്തിൽ വിള്ളൽ വീഴാം. അപ്പൊ പണിക്കര് പറഞ്ഞു വരുന്നത് എന്റെ മോൻ എന്റെ സമ്മതം ഇല്ലാതെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണോ? അങ്ങനെ സംഭവിക്കാം. എഴുന്നേക്കടോ, എഴുന്നേക്കടോ, ഇറങ്ങിപ്പോടും. കുടുംബം തകർക്കാനായിട്ട് ഓരോ തട്ടിപ്പുമായിട്ട് ഇറങ്ങിക്കോളും. എന്റെ മോൻ എന്നെ ധിക്കരിച്ച് ഒന്നും ചെയ്യില്ല. അവന് ഈ കുടുംബം കഴിഞ്ഞിട്ടേ എന്തുള്ളൂ. അങ്ങനെയുള്ള അവൻ ഇന്നലെ കയറി വന്ന ഒരു പെണ്ണിന് വേണ്ടി ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നാണോ താൻ പറയുന്നത്?
അതും ഞാൻ പറഞ്ഞതല്ല, കവടി. കവടി എടുത്തോട്ട് പോടും. ഈ ജ്യോതിഷവും കൈനോട്ടും ഒക്കെ തട്ടിപ്പാ. എന്താ പണിക്കരുമായിട്ട് പ്രശ്നം? അയാളെ ഞാൻ തല്ലാതെ വിട്ടതേ അയാളുടെ ഭാഗ്യമാ. നിന്റെ ഭാര്യ നമ്മളെ പിരിക്കുമെന്നാ ആ കള്ളം പറഞ്ഞത്. ആ, അപ്പൊ അയാളെ തല്ലാത്തത് കഷ്ടമായി പോയി. എനിക്കെന്റെ അമ്മ കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് മറ്റാരും ഉള്ളൂ. പിന്നെന്തിനാ ആ പണിക്കർ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അല്ലേ അമ്മേ? അതെ, അമ്മ തന്നെയാ അയാള് ചേട്ടന്റെ ജാതകം നോക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയത്. ആണോ അമ്മേ? അതല്ല മോനെ, അത് നിന്റെ കല്യാണക്കാര്യം. അതിനൊക്കെ ഇനി സമയം കിടക്കല്ലേ. ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ, ആദ്യം ഇവളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലിക്ക് കയറട്ടെ, അത് കഴിഞ്ഞിട്ട് മതി എന്റെ കല്യാണം. ഇവള് തോറ്റ പേപ്പർ എഴുതിയെടുക്കുന്നതും കാത്ത് നീ നിന്നാലേ നീ മൂത്ത് നരച്ചു പോത്തേ ഉള്ളൂ. അത് ശരിയാ ചേട്ടാ, എനിക്ക് പഠിപ്പിലൊന്നും വലിയ താല്പര്യമില്ല. എന്നെ ഏതെങ്കിലും ഒരു കാശുകാരന് കല്യാണം കഴിച്ചു കൊടുത്താൽ മതി. ഞാൻ അവിടെ ഒരു വീട്ടമ്മയായിട്ട് കഴിഞ്ഞോളാം. അയ്യടാ ഇടി, പെണ്ണുങ്ങള് ചന്ദ്രനിൽ എത്തണമെന്ന് സ്വപ്നം കാണുന്ന കാലമായത്. പക്ഷേ എന്റെ അനിയത്തിക്ക് അങ്ങനൊരു ലക്ഷ്യബോധമേ ഇല്ല. പക്ഷേ നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പഠിപ്പിന്റെ വില എന്താണെന്ന് നിനക്കറിയില്ല. അച്ഛൻ മരിച്ചപ്പോഴേ കുടുംബത്തിന്റെ പ്രാരാബ്ദം മുഴുവൻ എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ജീവിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ പഠിക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. എനിക്കുള്ള കുറവ് ഒരിക്കലും നിനക്കുണ്ടാവരുതെന്നുള്ള വാശി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നിന്നെ പഠിപ്പിച്ച് ഞാൻ നല്ലൊരു നിലയിൽ എത്തിക്കും. അതൊക്കെ ശരി, പക്ഷേ അതിന് നിന്റെ കല്യാണം എന്തിനാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോന്നേ? അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട. ഞാൻ ഏതെങ്കിലും ഒരുത്തിയെ പ്രേമിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നില്ല. അമ്മ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിനെ ഞാൻ കണ്ണും പൂട്ടി കെട്ടിക്കോളാം. എന്താ, അതുപോലെ? മതി. നീ പോയി കൈയും കാലും കഴുകിട്ട് വാ. അമ്മ കഴിക്കാനുള്ളത് എടുത്തു വെക്കാം. ശരി. പോയി പഠിക്കടി. അവളുടെ ഇന്നാരം പറിച്ചു. എത്രയാ ചേട്ടാ? 150. കുട്ടി ഇവിടെ എന്തിന്റെ ഇന്റർവ്യൂ എന്നാ പറഞ്ഞേ? അക്കൗണ്ടന്റ്. കുട്ടിക്ക് ഇവിടെ ആരെയാ കാണണ്ടേ? സഞ്ജയ് ഗോപാൽ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ശരി. നല്ല ചേച്ചിയല്ലേ? കേറ്. ഞാനിപ്പോ ചെക്ക് ചെയ്യാം സാർ. ഞാൻ റിസപ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സർ, ഈ റൂം നമ്പർ 306, 3rd ഫ്ലോറിന് റൈറ്റ്. മഞ്ജുമോളെ, ഈ ഹോട്ടല്, ഈ സ്ഥലം അത്ര ശരിയല്ല.